ഒരു കുഞ്ഞ് ജനിച്ച് വരുമ്പോൾ ആ കുഞ്ഞിനുള്ള അറിവുകളെന്ന് പറഞ്ഞാൽ പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള സർവ്വ അറിവുകളുമുണ്ട്. പൂർണ്ണമായിട്ടും പ്രകൃതിയിലെ പ്രപഞ്ചത്തെയും എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ, ഇൻഫർമേഷൻസ് ആ കുഞ്ഞിൻ്റെ ബ്രെയിനിലുണ്ട്. ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പുറത്ത് ജനിച്ച് വന്നു കഴിഞ്ഞാൽ വളർത്തുന്ന ആൾക്കാരുടെ, ആ സമൂഹത്തിലെ മാതാപിതാക്കളുടെ ഒക്കെ വിദ്യാഭ്യാസം, ജാതി, മതം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ആ കുഞ്ഞിൻ്റെ അറിവുണ്ടാവുക. പുറമേ ഉള്ള ഒരു സർവൈവൽ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള അറിവുകൾ ഉണ്ടാവുക. അത് പഠിപ്പിച്ച് കൊടുക്കുന്നതാണ്, പഠിപ്പിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണ്. നേരെ മറിച്ച് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ബ്രെയിനകത്തുള്ള ഡാറ്റാസ്, ഇൻഫർമേഷൻസ്, ഈ പുറത്തുള്ള അറിവ്, നമ്മൾ ഈ പഠിച്ച അറിവുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിക്കും നമ്മൾ ഭക്ഷണം കഴിപ്പിക്കാൻ പരിശീലിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമുക്കറിയാം എന്ത് കഴിക്കണമെന്ന്, ഒരു കുഞ്ഞിന് എന്ത് കഴിക്കണമെന്ന് അറിയാം. അത്രയും ശക്തിയുള്ള ഇൻഫർമേഷൻസ് ഒരു കുഞ്ഞിൻ്റെ തലയിലുണ്ട്, തലച്ചോറിലുണ്ട്. പക്ഷെ നമ്മളെ പഠനം കൊണ്ട്, നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ട് അതിൻ്റെ വളർച്ച, അതിൻ്റെ അറിവ് മാറിപ്പോവുകയാണ് ചെയ്യുക. പറഞ്ഞു വരുന്നത്, ജ്യോതിഷത്തിൽ ശനീശ്വരൻ എന്ന് പറയുന്ന ഒരു ഗ്രഹമുണ്ട്. അത് ഏറ്റവും ദൂരെ, ആ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് കുറേയേറെ ദൂരത്തിലാണ്. ആ ഗ്രഹത്തിൻ്റെ ഇൻഫർമേഷൻസ് നമ്മുടെ ബ്രെയിനിനകത്തുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും എല്ലാ അവസ്ഥകളെക്കുറിച്ചും, കാലാവസ്ഥ, ഇങ്ങനെ എല്ലാത്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ശനീശ്വരൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഡാറ്റ നമ്മുടെ തലച്ചോറിനുള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ ജനിച്ച് വരുന്ന സമയത്ത് ഈ ഓരോ ഇൻഫർമേഷൻസിലും വൈബ്രേഷൻ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനുള്ളിൽ സ്റ്റിമുലേഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ ഏതൊക്കെയാണോ ഗ്രഹങ്ങൾ നമ്മൾ ഇടപെടുന്നത്, അതുമായിട്ടുള്ള റിഫ്ലക്ഷൻസ്, അതുമായിട്ടുള്ള പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന തരത്തിലേക്ക്, ബുദ്ധിയിലേക്ക് വരുന്ന തരത്തിലേക്ക് ഇൻഫർമേഷൻസ് എത്താറുണ്ട്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് മുഴുവനും ഈ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടാണ്. അവരുടെ വൈബ്രേഷൻസ്, നമ്മുടെ പ്രകൃതിയിലുള്ള, ഇപ്പം നമ്മുടെ കാലാവസ്ഥ, വേനലാണെങ്കിൽ ചൂട്, മഴയാണെങ്കിൽ തണുപ്പ്, മഞ്ഞാണെങ്കിൽ തണുപ്പ്, കുളിര്, ഇതൊക്കെ പ്രകൃതിയെ ആശ്രയിച്ചാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നതും പ്രപഞ്ചത്തിൽ കാണുന്ന, ഉണ്ടായിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും വൈബ്രേഷൻസും കൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നതും അവരുടെ ചലനങ്ങൾ തന്നെയാണ് നമ്മളിൽ സംഭവിക്കുന്നതും. ഇതൊക്കെ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം നമുക്കില്ല. ശരിക്കും ഇത് അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഈ സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്ന ഈ ഇത്തരത്തിലുള്ള അറിവിനെക്കുറിച്ചുള്ള അറിവ് നേടുന്ന അന്വേഷിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കുറവാണ്. ഇത് കേട്ടാലും അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കില്ല. കാരണം നമ്മുടെ അറിവ് സയൻസിലും അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലുമായിട്ട് അങ്ങ് ഒരു അടിമയെപ്പോലെ ആയിപ്പോയി. നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് ആവശ്യമില്ലാതായിപ്പോയി. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. അതായത് ശനീശ്വരൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിലെ, ആ ഗ്രഹം ഒരു പ്രായത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പ്രായത്തിൽ ഈ വൈബ്രേഷൻ ഉണ്ടാവുകയും ആ വൈബ്രേഷൻ നമ്മളുടെ ജീവിതത്തിൽ വരികയും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്, ഈ ശനീശ്വരൻ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഈ ശനി ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുകയും അതിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മാറ്റം വരിക. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയും ചെയ്യുമ്പോഴാണ് നമ്മളിത് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ശനീശ്വരൻ നന്നായിട്ട് ഇടപെടുകയും നന്നായിട്ട് എന്നെ ഇരുത്തം വരുത്തുന്ന രീതിയിൽ, സത്യവും നിഷ്കളങ്കമായ രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ സംസാരിക്കാനും മനുഷ്യരുമായിട്ട് ഇടപെടാനും പ്രകൃതിയുമായിട്ട് ഇടപെടാനും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ശനീശ്വരനാണ്. ഇത് വെറുതെ നുണ പറഞ്ഞിട്ട് മനുഷ്യനെ കലുഷമാക്കാനുള്ളതല്ല. അതുകൊണ്ട് ശനീശ്വരൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് അറിയുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും സത്യസന്ധമായിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ശനീശ്വരൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായി സത്യസന്ധമായിട്ടിരിക്കുക എന്നുള്ളതാണ്.
ഈ ഒരു ഉറുമ്പിനോടോ ഒരു പൂവിനോടോ പൂമ്പാറ്റയോടോ മനുഷ്യനോടോ മൃഗങ്ങളോടോ ഒക്കെ സത്യസന്ധമായി നിഷ്കളങ്കമായി ഇടപെടുക എന്നുള്ളതാണ്. അത് നമ്മൾ എന്തുമാത്രം തിരിച്ചറിയുന്നു അത്രയും ശനീശ്വരൻ അനുഗ്രഹം തരും എന്ന് പറഞ്ഞ് വിടുതൽ തരും. എന്ന് പറഞ്ഞാൽ ഇത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ക്യാഷ് തരുന്നതല്ല, നമുക്കൊരു അറിവ് തരികയാണ്. അതായത് നിന്റെ ജീവിതം ഇങ്ങനെയാണ്, നിന്റെ ജീവിതം നീ കാണുന്ന രീതിയിലുള്ള സംസ്കാരത്തിലുള്ളതല്ല. നിന്റെ ജീവിതം എന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്നതല്ല. അതിൻ്റെ പിന്നിൽ വിവിധ തരത്തിലുള്ള ഘടകങ്ങളുണ്ട്. ജീവിക്കുന്നത് നീയല്ല. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പറയുന്ന പേര് വിളിക്കുന്ന ഒരാളല്ല ഇത്. ആരോ നമ്മളെ പേര് വിളിച്ചു, ആരോ ഏതോ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചു, അതല്ല ഈ മനുഷ്യൻ. ഈ മനുഷ്യ ജീവിതം അതല്ല. അതാണ് ശനീശ്വരൻ പഠിപ്പിക്കുന്നത്. അപ്പം കുറേ കഷ്ടങ്ങളും ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് ശനീശ്വരൻ്റെ ഈ വൈബ്രേഷൻ വരുന്ന സമയത്ത്. പക്ഷെ അതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഈ ശനീശ്വരൻ നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായി മാറണം, നമ്മൾ എന്താണെന്നുള്ളത്, നമ്മുടെ ജീവിതം പുതിയൊരു മാറ്റത്തിലേക്ക് മാറണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതെങ്ങനെ മാറും? ഇത് എളുപ്പമുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. മനസ്സിലാക്കുവാൻ എനിക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പ്രയാസപ്പെടുന്നു. സത്യത്തിൽ എനിക്കറിയുന്നില്ല ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന്. പക്ഷേ ഇതാണ് ഇതിൻ്റെ സത്യം. ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇത് സത്യമാണെന്ന് ഞാൻ എന്നെക്കുറിച്ച് തന്നെയല്ല ഞാനിത് മനസ്സിലാക്കേണ്ടത്. ഇതിന് പിന്നിൽ അല്ലെങ്കിൽ ഇതിന് മുന്നിൽ ഇതുപോലുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നോ, ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ അവർ എങ്കിൽ അവരോട്, ആ ഗുരുക്കന്മാരോട്, ആ ആചാര്യന്മാരെ നമുക്ക് സമീപിച്ചിട്ട് ഇതെന്തുകൊണ്ടാണ് എന്നിൽ ഇത് സംഭവിക്കുന്നത് നമുക്ക് ചോദിക്കാം. ആ ചോദ്യത്തിൽ അവർ പറയുന്ന ഉത്തരവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും സെയിമാണ്. കറക്റ്റാണെങ്കിൽ ഒന്നും സംസാരിക്കാനില്ല. ഇത് ശനീശ്വരൻ്റെ കടാക്ഷമാണ്.